അതുകൊണ്ട് ആ ആംഗിളിലേക്കുള്ള ഒരു ട്രാവൽ വേണ്ടാന്ന് തീരുമാനിച്ചു. ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. കാരണം വെച്ചാൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം വെച്ചാൽ അത് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിന് പിന്നാലെ യാത്ര ചെയ്തിട്ടുമില്ല. ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ്. നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ? നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ അല്ലേ? നമ്മുടെ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയ അതിനൊക്കെ അതിനും മുകളിലായിട്ടൊക്കെ അല്ലേ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനകത്തൊരു ഞാൻ എന്താ പറയുക, അത് നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അതിനകത്ത് എന്താ പറയുക, എനിക്ക് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ. ദാസേട്ടനെ കുറിച്ച് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ കയ്യിൽ വന്നു. ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് വിശ്വാസ്യമല്ല. അതിന്റെ സത്യം നേടി ഇനി അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകാനും മനസ്സുകൊണ്ട് തോന്നുന്നില്ല. ഞാൻ പോകുന്നില്ല. ഇപ്പോൾ എനിക്കത് എന്തോ മീൻസ് ഇനി എനിക്കറിയില്ല. അല്ല, പക്ഷെ അതുണ്ടാക്കാൻ പോകുന്ന വാർത്താ പ്രാധാന്യം അതൊക്കെ നമുക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് നമുക്കത് വിടാം വിഷയം പ്ലീസ്. ആ വാർത്താ പ്രാധാന്യവും പ്ലീസ് നമുക്ക് വിടാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്താ ദൈവതുല്യം പോലെ നമുക്ക് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു മഹാമേരു പോലെ നിൽക്കുന്ന വലിയൊരു നമ്മുടെ എല്ലാമേ ദാസേട്ടൻ അത്ര തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് കിട്ടി, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടി. പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ദാസേട്ടൻ അങ്ങനെ ആവില്ല, നമ്മുടെ ദാസേട്ടനെ കുറിച്ച് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. TV9 ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു വാർത്ത, ഇപ്പോഴും അതിനെ ഏറ്റവും പോപ്പുലർ ലിസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ കണ്ടിട്ടുള്ളതും ആളുകൾക്ക് വലിയ ഇങ്ങനെയും ചിന്തിക്കണമല്ലോ എന്ന് തോന്നിയൊരു ഏരിയ PVRലെ പോപ്കോൺ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതിനെക്കുറിച്ച് എനിക്ക് കേൾക്കാത്ത തെറിയില്ല. കാരണം PVR യൂസഫ് അലിയാണോ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടു. എനിക്ക് അവരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം കോമൺ സെൻസ് ഉള്ള ചോറ് തിന്നുന്ന ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചാൽ പോരാ. യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്, നല്ല മനുഷ്യൻ, നിറച്ച് നന്മയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കരിവാരി തെച്ച് കാണിക്കാനൊന്നും ഞാൻ അവിടെ ശ്രമിച്ചിട്ടൊന്നുമില്ല, ഇനി അവിടെ ശ്രമിക്കുകയുമില്ല. ഞാൻ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഞാൻ അവിടെ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PVR ഏത് ബിൽഡിങ്ങിലാണ് നിലകൊള്ളുന്നത്? ലുലുവിനാണ് ഉള്ളത്. PVRനോട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആരാണ്? ലുലുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും PVRൽ സിനിമ കാണാൻ വേണ്ടി മൂളി ചെല്ലുന്ന ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളുടെ വണ്ടി കൊണ്ട് നമ്മുടെ തല വെച്ചുകൊണ്ട് നമുക്ക് സിനിമയ്ക്ക് കയറാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മുടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തരട്ടെ. അത് നമ്മുടെ നാട്ടിലെ നിയമത്തിൽ അനുശാസിച്ച് കൃത്യമായിട്ട് എഴുതി ചേർത്ത് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. നമ്മൾ കസ്റ്റമേഴ്സ് ചെന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തരണം. അത് നാട്ടിലുള്ള നിയമമാണത്. ഞാൻ പുതിയ നിയമമൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി PVRലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വണ്ടി ഇട്ടാൽ നിങ്ങൾ ടോൾ പിരിക്കുമോ ഇല്ലയോ? പിരിക്കാൻ പാടുണ്ടോ ഇല്ലയോ? ഞാൻ നിങ്ങളുടെ ഒറ്റ ചോദ്യം ചോദിക്കും. പിരിക്കാൻ പാടില്ല. നിങ്ങൾ ടിക്കറ്റ് കാണിക്കണം. വെറുതെ നിങ്ങൾ കൊച്ചി കാണാൻ വേണ്ടി മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ കാസർഗോഡുനിന്നോ തിരുവനന്തപുരത്തുനിന്നോ വരുന്ന ആളുകൾ കാർ അതിനകത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് രാവിലെ ഇറങ്ങിപ്പോയി കൊച്ചി മുഴുവൻ കണ്ടിട്ട് വൈകിട്ട് ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം അത് തെണ്ടിത്തരോ? അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് സീമാട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ ചെയ്യണത് എന്താ? വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് പോയി സാധനം 500 രൂപ നമ്മൾ അടച്ചിട്ട് പോയാൽ, അല്ലെങ്കിൽ അതിനെന്തോ എത്ര 500 400 അങ്ങനത്തെ സംതിങ് കാർ പാർക്കിംഗ് ഫീ ആയിട്ട് അവരെടുക്കുന്നുണ്ട്. അവരത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം MG റോഡിൻ്റെ സൈഡിലാണ് സീമാട്ടി ഇരിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർക്ക് നാട് കണ്ടച്ചും വരാൻ ആർക്കാ പറ്റാത്തത്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഡിപ്പോസിറ്റ് മേടിക്കും. അകത്ത് പോയി സാരിയോ തുണിയോ എന്തെങ്കിലും മേടിച്ചിട്ടാണ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ കൃത്യമായിട്ട് അത് മുഴുവൻ കുറച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ ടോളർ എമൗണ്ട് അവർ ഈടാക്കുന്നില്ല. വിഷ്ണു PVRൽ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. വിഷ്ണു അങ്ങോട്ട് ചെന്ന് കയറുന്ന സമയത്ത് പിന്നെ ടിക്കറ്റ് മുകളിൽ PVRൻ്റെ ടിക്കറ്റ് എത്രയാണ്? നിങ്ങൾക്ക് 80 രൂപയ്ക്കും 70 രൂപയ്ക്കും അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും? ഇല്ല, കിട്ടില്ല. 250 രൂപ 300 രൂപ ടിക്കറ്റ്, അത്രയും ഫെസിലിറ്റി അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തർക്കം പറയണ്ട. നിങ്ങളുടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ തരണം. അപ്പോൾ എന്താ വേണ്ടേ? അങ്ങനെയാണെന്നൊരു കാര്യം ചെയ്യാം. PVRന് വേണ്ടി പാർക്കിംഗ് സ്പേസ് ഒരു ലുലു കൊടുക്കണം. PVR സിനിമ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഒരു ഫ്രീ പാർക്കിംഗ് സ്പേസ് കൊടുക്കണം. ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട്. അല്ലെ എവിടെ വേണേൽ ഇട്ടോട്ടെ, ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കടത്തി വിടുന്നത്. അത് സാമാന്യ മര്യാദയല്ലേ ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഞാൻ അവിടെ വേറെ അനാവശ്യമായിട്ടുള്ളൊന്നും പറഞ്ഞിട്ടില്ല. ലുലുവിൽ സാധനം മേടിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, ഞാൻ പോയിട്ട് അന്നത്തെ ദിവസം ഒരു ദിവസം ഞാൻ പോയിട്ട് 3000 ചില്ലറ രൂപയുടെ സാധനം മേടിച്ചു. ഞാൻ വിഷലെടുത്തായിരുന്നു. അതിൻ്റെ ബില്ലടക്കം ഞാൻ കൊണ്ട് താഴെ കൊണ്ട് ഞാൻ കാണിച്ചു. 3000 ചില്ലറ രൂപയുടെ സാധനം മേടിച്ചു. എന്നോട് നിങ്ങൾ പാർക്കിംഗ് ഫീ പിന്നെയും 1 മണിക്കൂറിന് 20 രൂപ. ലുലുവിൻ്റെ ഉള്ളിൽ ബില്ലടിക്കാൻ വേണ്ടി എത്ര മണിക്കൂർ ക്യൂ നിൽക്കുന്നുണ്ടെന്നറിയോ? ഭയങ്കര സ്ലോയിൽ ഇങ്ങനെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ പോകുന്ന പോലെയാണ് ആ ക്യൂ പോകുന്നത്. 3 മണിക്കൂറൊക്കെ കൊണ്ടിട്ടാണ് തിരക്കുള്ള സമയത്ത് അവിടെ പോയി ബില്ലടിക്കുന്നത്. അതെ, ബില്ലടിക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിന് 20 രൂപ വെച്ച് താഴെ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടുത്തെ ന്യായമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ 10,000-3000 രൂപയുടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് 60 രൂപ കാർ പാർക്കിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം 3000 ലുലുവിൽ പോയി സാധനം മേടി പലരും ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നുണ്ട്. നേരിട്ട് ഫോൺ വിളിച്ച് കുറേ തീർത്ത് കളയും.
ഇമാതിരിയുള്ള വാർത്തകൾ. നമുക്ക് ഒന്നാമത് കാര്യം മനസ്സിലാക്കുക, ഞാനൊരു എൻ്റെ സുഹൃത്തുക്കളുടെ മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അത് എടുത്തു പറയാതിരിക്കാൻ വേണ്ടി പറയാം. കാരണം മട്ടാഞ്ചേരി മുതൽ ഇങ്ങോട്ട് പള്ളുരുത്തി വരെയുള്ള 100 കണക്കിന് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ബലമാണ്. ഞാനിന്നിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ബന്ധുക്കളുടെ ബലം കൊണ്ടൊന്നുമല്ല, എൻ്റെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ടും. അവരുടെ സപ്പോർട്ടാണ് എനിക്കൊരൊറ്റ കോൾ വന്നാൽ മതി. എൻ്റെ സുഹൃത്തുക്കൾ വെറുതെ കണ്ണടച്ച് നോക്കുന്ന സമയം കൊണ്ട് എനിക്ക് എല്ലാമായിട്ട് എന്നെ ഓടി വരുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം ഞാൻ പറയാം സുരേഷ് അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് വക്രീകരിച്ച് കാണരുത്. എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിയിട്ടുണ്ട്. ഇതിനടി വന്ന് കമൻറ്റ് പറയുന്ന ആളുകളുടെ പലരുടെയും പേരുകൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് എന്നെ വന്ന് ചീത്ത വിളിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, MA യൂസഫ് അലി സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ അതൊരു വീഴ്ചയാണ്. അതിനി തെറ്റാണെന്ന് പറയാൻ ഒരു മടിയും ഞാൻ ഈ ഒരു കാര്യത്തിൽ വിചാരിക്കില്ല. കാരണം ഇത്രയും ഏറെ സ്പേസുള്ള അദ്ദേഹത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനം അദ്ദേഹം എടുക്കണം. അത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. താഴെ വന്ന് മുകളിൽ പോയി ഞാനാണ് 3000 രൂപ സാധനം മേടിച്ചത്. ഒരു സാധാരണ ഒരു ആര് പോയാലും മിനിമം ഒരു 10,000 രൂപ 1 ലക്ഷം രൂപ സാധനമൊക്കെ മേടിച്ചിട്ടാണ് ഉലുവിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നിട്ട് താഴെ വന്ന് 60 ഉലുവ കാർ പാർക്കിംഗ് ഫീ മേടിക്കുക. എന്തൊരു ശുഷ്കത്തരമാണത്. കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ള സർക്കാർ പറയുന്നതാണ്. പിന്നെ 10,000 രൂപയുടെ സാധനം മേടിച്ചവൻ 60 രൂപ കൊടുക്കാൻ ഒരു മടിയില്ല, അവൻ മിണ്ടാതെ മലയാളി കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു. ഇതാണ് മലയാളിയുടെ സ്വഭാവം. ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ തൊട്ട് പിന്നാലെ കിടന്നത് കാറുകാരെല്ലാം കൂടി എനിക്കിട്ട് ഹോൺ അടിക്കുക, എടുത്ത് മാറ്റാ പുല്ലെന്ന് പറഞ്ഞിട്ട്. 10 രൂപയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള മനോഭാവം. ഈ അത് ലുലുവിൻ്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ PVR പോപ്കോണിന് വലിയ കൊള്ളപ്പണമാണ് ഈടാക്കുന്നത്. അത് ശരിക്കും ഒരു പോപ്കോൺ പോയി കുക്ക് ചെയ്ത് കാണിച്ചിട്ട് അങ്ങനെ ചെയ്ത ആളുകളെ ബോധവൽക്കരിക്കാം. ആ ശ്രമം എവിടുന്നാണ്? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം സിനിമാ തിയേറ്ററിൽ നിങ്ങൾ 250 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ 300 രൂപ കൊടുത്ത് അവിടെ PVR സിനിമ കാണാൻ പോയി. PVR അല്ല, എവിടെയാണ് ഇപ്പോൾ ടോബ്രോൺ മാളിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലാ തിയേറ്ററുകളിൽ 250 രൂപയുടെ മുകളിലേ ഉള്ളൂ ടിക്കറ്റ് ഇപ്പോൾ എല്ലായിടത്തും, അല്ലേ? സരിത സവിത സംഗീത പോലുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു 150 അത്രയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. ബാക്കിയെടുത്ത് എല്ലാം എക്സ്പെൻസീവ് ഉള്ള ടിക്കറ്റ്. അവർ പോകുമ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, എത്ര സൂക്കേട് പിടിച്ച് 250 രൂപയ്ക്ക് അല്ലെങ്കിൽ 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വേണ്ടി പോകുന്നവന് ഒരു 250 രൂപ കൊടുത്ത് പോപ്കോൺ മേടിച്ച് കഴിക്കുന്ന അവൻ്റെ കാശുള്ളതുണ്ടല്ലോ, അവൻ കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വേണമെങ്കിൽ എല്ലാവർക്കും പറയാം. അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് പേര് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. ഒരു ചായക്ക് 180 രൂപ, അല്ല സോറി 250 രൂപ, ഒരു കുപ്പി വെള്ളത്തിന് 180 രൂപ, തുള്ളി വെള്ളത്തിന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആ വാർത്ത ചെയ്തതിന് ശേഷമാണ് ഇന്ന് പല മാളുകളിലും, നിങ്ങൾ കേരളത്തിലെ ഏത് മാളുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ, എത്ര മാളുകളിലുണ്ടായിരുന്നു കുടിവെള്ളം നല്ല പ്യൂരിറ്റിയുള്ള നല്ല മിനറൽ വാട്ടർ വെച്ചിരുന്നത്. എത്ര ഞാൻ ഈ വാർത്ത ചെയ്തതിന് ശേഷം എല്ലാ മാളുകളിലും നിങ്ങളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ 80 രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് വരാം. നിങ്ങൾ 3-4 സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് 2-3 നില മുകളിൽ കയറി നല്ല തിയേറ്ററിൽ ചെന്നിരുന്ന് നിങ്ങൾ സിനിമ കണ്ടു മടുത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കണം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ മിനറൽ വാട്ടർ അവിടെ വെച്ചിരിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ്. അവിടെ മിഷനിൽ വെള്ളം വെച്ചിരിക്കുന്ന കാരണക്കാരൻ ഞാനാണ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നത്. ഈ വാർത്ത കഴിഞ്ഞതിന് ശേഷമാണ് പല മാളുകളിലും കുടിവെള്ളം വന്നത്. ഈ കഴിഞ്ഞ ഇടയിൽ RTOയോട് ബന്ധപ്പെട്ട ഒരു വിഷയം, എറണാകുളം RTOയോട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനവിടെ കയറി ചെന്നപ്പം RTO മീൻസ് അവിടുത്തെ MVD അരുൺ, പുള്ളി അവിടെ ഇരിക്കുക, പുള്ളിയുടെ കൂടെ മീറ്റിങ്ങിലുണ്ട്. ഞാൻ കുറേ സമയം പുറത്ത് കാത്തു നിന്നപ്പോൾ ഞാൻ പുള്ളിയോട് റിക്വസ്റ്റ് ചോദിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ കയറി ചെന്നപ്പോൾ മീറ്റിംഗ് പോലെ മുമ്പിൽ എല്ലാവരും ഉണ്ടായിരുന്നു. RTO എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് ഷൈക്കാൻ നിന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മീൻസ് വെൽക്കം, എന്നെ സ്വാഗതം ചെയ്തു. അതിന് ശേഷം ഞാൻ കയറി ചെന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇതാരാന്ന് മനസ്സിലായോ? ഇദ്ദേഹമാണ് നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആളുകളിലും നിങ്ങൾക്ക് പണം കൊടുക്കാതെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലോട്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ. ഈ വിഷയമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി എന്നെ പരിചയപ്പെടുന്ന സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണത്. പറയുന്ന സത്യമാണ്. 250 രൂപ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകുന്നവന് 250 രൂപയുടെ പോപ്കോൺ മേടിക്കാൻ നിവൃത്തിയില്ലാത്ത പോകണ്ടെന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം. ഈ പോപ്കോൺ എന്ന് പറയുന്നത് അതിനൊരു, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ പോപ്കോൺ 280 രൂപ അങ്ങനെ എന്തോ ആണ്, 320 രൂപ അങ്ങനെ പല ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി വ്യത്യാസം. ഈ 320 രൂപയുടെ സാധനം പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് മീൻസ് പോപ്കോണിൻ്റെ അത് ക്വാണ്ടിറ്റി മീൻസ് ഒരുപാട് ക്വാണ്ടിറ്റി സാധനം മേടിച്ചാൽ 20 പൈസയൊക്കെ അതിന് ചിലവ് വരുള്ളൂ. അറിയോ നിങ്ങൾക്ക്? 300 രൂപയ്ക്ക് നമ്മൾ ഈ പേപ്പറിനകത്ത് മേടിക്കുന്ന ഈ പോപ്കോൺ ഇതിന് വെറും 20 പൈസ അല്ലെങ്കിൽ 25 പൈസ, 50 പൈസയുടെ മുകളിൽ ഒരിക്കലും പോകില്ല. ക്വാണ്ടിറ്റി നമ്മളിത് ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്കോൺ ഉണ്ടാക്കണ ആ സാധനം ഉണ്ടല്ലോ, ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളത് വാങ്ങിച്ചാണല്ലോ ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ചിലവ് എത്രയാണ്? ഇത്ര സാധനം ഉണ്ടാക്കാൻ 10-20 പൈസ ഇവർക്ക് ചിലവ് വരുന്നത്. അതിനാണ് ഇവർ 300 രൂപ മേടിക്കുന്നത്.